കണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. ഇവിടെ മുന്നിൽ ഇരുന്ന് കൈയടി. ഇത്രയും പേരും കേട്ടല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. എന്താ പറയുക? ഇവിടെ സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ ഒരാൾ വരുന്നു. സ്വന്തം വീട്ടിൽ കിടക്കണ്ടോ? ക്യാമറ ആയിട്ട് ആര് പറയൂടെ? സലീം കുമാർ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ മരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം അമ്മാതിരി തോന്നിവാസൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല. സലീം കുമാർ മരിച്ചപ്പോൾ ചന്തു എന്തോ പറഞ്ഞു എന്നോ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇതിന് കാരണമെന്നോ ഒരു തേങ്ങാക്കോലിയല്ല. അവിടെ വരുന്ന ഓരോ ആൾക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ക്യാമറക്കാരും പിന്നെന്ന് പറഞ്ഞാൽ മെയിൻ മാധ്യമങ്ങളും എല്ലാം കാരണം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലല്ല അവിടെയുള്ള എല്ലാവരും വരുന്നത് എന്ന് പറഞ്ഞാൽ 10 നടന്മാരെടുക്കുന്ന ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടുമല്ലോ ഫേസ്ബുക്കിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് എന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. അല്ലാതെ എല്ലാവരും സലീം കുമാറിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനൊന്നും വന്നിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ അടുത്തൊക്കെ പോയിട്ട് കണ്ടില്ലേ ഓരോരുത്തർ സെൽഫി എടുക്കുന്നതായിരുന്നേ. വേറെ ഏതെങ്കിലും നടന്മാർ അതങ്ങ് ആട്ടി വിടും. ആട്ടി വിട്ടാൽ അതിലും വലിയ പ്രശ്നം അവന്റെ ജാട കണ്ടില്ലേ എന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും പിടിച്ചു നിൽക്കുന്നതാണ്. ഇപ്പൊ ശ്രീകണ്ഠൻ നായർ ഈ ഒരു ചർച്ച തന്നെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാലാക്കാരൻ അതുപോലെ തന്നെ ചെകുത്താൻ, ഈ ചെകുത്താനൊക്കെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനോട് പറയുന്ന ഭാഷകൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ? അതായത് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഇത്രയും ഒരു ഫെയിമായത്? അയാൾ പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇങ്ങനെ എന്താണ് പച്ച തെറി വിളിച്ചിട്ടല്ലേ, അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കാരണം. അപ്പൊ മോഹൻലാൽ വന്ന് തിരിച്ചു ചോദിക്കത്തില്ല എന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടല്ലേ അയാൾ ചീത്ത വിളിക്കുന്നത്. അതുപോലെ തന്നെ പാലാക്കാരനായി കഴിഞ്ഞാലും വളരെ മോശമായിട്ടുള്ള ഭാഷയല്ലേ ഉപയോഗിക്കാറ്, അല്ലാതെ നല്ല ഭാഷയൊന്നും അല്ലല്ലോ. പാലാക്കാരൻ പറയുന്ന പോലെ ഇതെന്റെ സ്വഭാവമാണ്. അതാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരെ, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഈ ഒരു ചാനൽ ചർച്ച കൊണ്ടുപോകേണ്ടത്. അതായത് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ധാരണയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും വിളിക്കണമായിരുന്നു. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാലാക്കാരനും അതുപോലെ തന്നെ ചെകുത്താനും കൂടി കൂട്ടിമുട്ടാനുള്ള ഒരു ഇടമായിട്ട് മാറി. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാം, അതായത് നിങ്ങൾ മോശമൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാനൊരു അപകട ദൃശ്യം കണ്ടിയാണ്. ആ അപകട ദൃശ്യത്തിൽ അയാളുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ തന്നെയാണ് ഒപ്പിയെടുത്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ അത് ബ്ലർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഉള്ള ഒരു ഇതും കൊടുക്കത്തില്ല അവര്. കാരണം എന്താ വെച്ചാൽ അവര് പറയുന്നത് എന്താ, ആദ്യത്തേത് അങ്ങനെ പോട്ടെ, രണ്ടാമത്തേൽ നമുക്ക് ബ്ലർ ചെയ്ത് കൊടുക്കാന്ന്. അതാണ് യുവമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് ആരും നല്ലവരൊന്നും അല്ല, എല്ലാവരും കണക്ക് തന്നെയാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഈ ചങ്ങാതി പറഞ്ഞതുപോലെയാണ്. ഇത് നമ്മുടെ ബിബി പറഞ്ഞതാണ്, കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് വരണേ. കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കയറുന്ന ഡോളേഴ്സ് ആണ് ഏറ്റവും വലിയ കാര്യം. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. എല്ലാവരും എല്ലാ മീഡിയക്കാരും ഇത് തന്നെയാണ് കാര്യം. അവർക്ക് കിട്ടുന്ന പൈസ യൂട്യൂബിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും അതിനകത്ത് അവർ യാതൊരുവിധ മനുഷ്യത്വം കാണിക്കത്തില്ല. ബോധവൽക്കരണം ചെയ്യാൻ അതാണ് കൃത്യമായിട്ടുള്ള കാര്യം. അതാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ പിന്നെന്താ പറയേണ്ടത്, ഫേസ്ബുക്ക് ആയാലും മറ്റേതൊക്കെ ആയാലും ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും വിചാരം നല്ല നല്ല ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളായാലും ഓൺലൈൻ ആയാലും ഇനി മെയിൻ മീഡിയ ആയാലും ഇവർക്കെല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡോളർ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി പോയിട്ട് എന്തിനാ പിന്നെ അവിടെ നിൽക്കുന്നത്? ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ കരയുന്നുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നടിമാർ ഞങ്ങൾ ഇത്ര സമയത്ത് എത്തും കേട്ടോ എന്ന് മറ്റുള്ളവരെ വിളിച്ചു പറയുന്നത്. അതൊക്കെ ഞാൻ പണ്ടേ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നടിമാർ പോകുന്നിടക്ക ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ മല്ലു എന്തോ ഒരുത്തയില്ലേ, മോഹൻലാലാന്ന് പറഞ്ഞാൽ നടക്കുന്ന തിരുവനന്തപുരത്തെ മോഹൻലാലാണെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഇങ്ങനെ ഒരു മുതലം വെച്ചിട്ട് ഒരുത്തയില്ലായിരുന്നു, തിരുവനന്തപുരത്തെ മോഹൻലാലാവല്ലോ. അപ്പൊ അവൻ പറയുന്ന ഒരു കാര്യം, അവൻ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഓൺലൈൻ മീഡിയ ഇങ്ങനെ എടുക്കലാണ്. അവന്റെ കൂടെയുള്ള ഒരു സ്ത്രീയുടെ വയറിന്റെ ചിത്രമാണ് എടുക്കുന്നത്. അതെടുത്തിട്ടാണ് ചേച്ചി ഒറ്റയ്ക്ക് പപ്പടം കഴിക്കുന്നുണ്ടോ, ചേച്ചി ഒറ്റയ്ക്ക് ചമ്മന്തി കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ അയ്യോ എന്തോന്നാണ് ഇവൻ എന്തൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ കൊണ്ടുപോകുന്ന മാധ്യമ പ്രവർത്തകരാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ആ ഒരു സമയത്ത് അവിടുന്ന് പൊട്ടിമുളച്ചൊന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോയിട്ട് ഇവർ പറയും ഒന്നിങ്ങനെ എടുക്കണേ മോനെ, അപ്പാട് വടയൊക്കെ കാണിച്ചു തരാം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നത് തന്നെയാണ്. ഇവിടെയുള്ള പല സെലിബ്രിറ്റികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കണ്ടില്ലേ, കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ, അവർക്ക് 10-21 വയസ്സുള്ള മകനുണ്ട്. പിന്നെ ഈ കാറ് മേടിക്കുന്നു. പിന്നെ ഈ കാറ് മേടിച്ചിട്ട് കാറിൽ കയറുന്ന ചേച്ചി, കാറിൽ കയറുമ്പോൾ ചേച്ചിയുടെ സാരി കണ്ടോ,
കാറിൽ കയറുമ്പോൾ ചേച്ചിയുടെ കാല് കണ്ടോ, ഇങ്ങനെയുള്ള ക്യാപ്ഷനും കൊടുത്തിട്ട് യുവമാറങ്ങ് വീഡിയോ ഇടുക. എന്നിട്ട് ചോദിക്കുക ചേച്ചി എന്തൊക്കെയാണ് ഇപ്പോഴേ, എങ്ങനെയാണ് കാറിലാണോ ഇരുന്ന് ഉറങ്ങാറ്, ഇന്ന് വരെ യുവമാർ ചോദിക്കും. അതുമാത്രമല്ല ഈ കീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴുന്നു. താഴെ വീണ കീ ഒറ്റയ്ക്കെടുത്ത ചേച്ചി എന്നാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരറിഞ്ഞും കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും അറിയാതെ പോയിട്ട് ഒരുത്തൻ ഷൂട്ട് ചെയ്യുന്നൊന്നും അല്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നതിനോടൊപ്പം ഇതുപോലെയുള്ള കുറെ ആൾക്കാരെയും കൂടിയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഒരു സംഭവം ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ചന്തുവിനൊന്നും നേരത്തെ അറിയത്തില്ലാത്ത സ്വന്തം വീട്ടിൽ നടക്കണം. കൊച്ചു ചെറുക്കാൻ എത്ര പ്രായം ഉണ്ടെന്നറിയോ? ചുമ്മാ കാണാൻ മനസ്സിലാക്കിയാൽ മതി. കുറച്ച് നാൾ മുന്നേ നമ്മുടെ ശ്രീനിവാസൻ സാർ മരണപ്പെട്ടിരുന്നു. അപ്പൊ അന്ന് പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് അദ്ദേഹത്തിന് പേഴ്സണൽ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവര് വീട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു അവൻ ക്യാമറ പാടില്ല എന്നുള്ളത്. ഇവിടെ ഇരുന്ന് കാണിച്ചുണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ ആവർത്തിക്കുന്നല്ല ഇങ്ങനെയാ. അതായത് അവിടെ ഇപ്പോഴും നമ്മളെ ചെകുത്താനും പാലാക്കാരനും തമ്മിലുള്ള ഒരടിയാണ് നമ്മളിപ്പോഴും കണ്ടത്, വേറെ ഒന്നുമല്ല. അതായത് പാലാക്കാരൻ പറഞ്ഞു ഇപ്പൊ അജുവിന്റെ അപ്പനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ എല്ലാവരും എന്നാണ് പറയുന്നത്. ഇത് അജുവിനെ നല്ല രീതിയിൽ കൊണ്ടു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ചെകുത്താന്റെ കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു വൈകാരികത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താൻ പലപ്പോഴും പലരെയും പറയുന്ന ആ ഒരു നെറികെട്ട വാക്കുകൾ വിമർശിക്കാം, നമുക്ക് എല്ലാ തരത്തിലും വിമർശിക്കാം. മോഹൻലാലിനെ വേണമെങ്കിലും മമ്മൂട്ടിനെ വേണമെങ്കിലും സുരേഷ് ഗോപിനെ വേണമെങ്കിലും ശ്രീകണ്ഠൻ നായരെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിമർശിക്കാം. കാരണം എന്താ വെച്ചാൽ അവരൊന്നും നേരിട്ട് വന്നിട്ട് ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയത്തില്ല, ഒരു തരത്തിലും അവർ നമ്മൾ വന്നിട്ട് മോശവും പറയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിമർശിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശിക്കുമ്പോഴേ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ വേദനിക്കും ഇത് നമ്മൾ നോക്കണം. അതൊന്നും പക്ഷേ നമ്മുടെ അജു എന്താ പറയുക നമ്മുടെ ചെകുത്താൻ അതൊന്നും ബാധകമല്ല. ചെകുത്താൻ എല്ലാ സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ വേണ്ടൂ. അതുപോലെ പാലാക്കാരെന്ന് പറയുന്നത് നല്ല ന്യൂസുകളും കാര്യങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നത്, പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള ന്യൂസുകൾ തന്നെയാണ്. അതുപോലെ തന്നെ പാലാക്കാരൻ്റെ പല വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ ഇവർക്കെല്ലാം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ തന്നെയാണ് ഇവരൊക്കെ പബ്ലിസിറ്റി നേടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഈ ഒരു എന്താ പറയേണ്ടത് ഈ ഒരു ഷോ തന്നെ, അതായത് ഇതിന്റെ അകത്തൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും പറഞ്ഞാൽ മുഴുവൻ ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അല്ല. എല്ലാവരും അവിടെ തിരക്കൂട്ടുന്നുണ്ട്. അവിടെ തിരക്കൂട്ടാതെ ആരുമില്ല. പണ്ടൊരിക്കലും ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ ഷിരൂര് മരിച്ച അർജുൻ്റെ ശവസംസ്കാര ചടങ്ങിന് പോയതാണ്. അന്ന് അവിടെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ചർച്ചയിൽ തന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ടു, അതായത് പ്രധാനമന്ത്രി വരുന്ന പോലെയോ മറ്റുള്ളവർ വരുന്ന പോലെയോ ഇത് ചാറ്റ് ചെയ്തിട്ട് വരുന്നതല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ബാദുഷയാന്നാ തോന്നുന്നത്. കല്യാണമായാലും മരണമായാലും ഒരു വകയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാദുഷയാന്നാ തോന്നുന്നത്. അയാളുടെ നേതൃത്വത്തിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ മറ്റേ ഇവരൊക്കെ ഉണ്ടാവുകയാണെന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സിനിമാക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി വീട്ടിലെത്തുമ്പോൾ അങ്ങോട്ട് ഒരു മാധ്യമങ്ങൾക്കും നിങ്ങൾ ഇത് കൊടുക്കരുത്. ഇനി അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പോഴവിടെ ആളില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവിടെയുള്ള നാട്ടുകാരോ ആരെങ്കിലും ബന്ധുക്കളോ ഒരാളല്ലേ അല്ലേ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാളല്ലേ എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ പൈസ ചെലവാക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ, പിന്നീട് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അയാൾക്ക് പൈസ കൊണ്ടു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിന്റെ മരണം വന്നപ്പോഴേ അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ തള്ളിക്കയറ്റം കൊണ്ടാണ്. പിന്നെ സലീം കുമാറിനെ പോലെയുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും തള്ളിക്കയറ്റം ഉണ്ടാകും. അത് നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. സലീം കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമാ താരമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോഴങ്ങോട്ട് കൂടുക ചെയ്യുക. ഇനിയിപ്പോഴങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഡോളറാണ്. ആ ഡോളർ വരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളാണ്. ഇപ്പോൾ സിനിമയിൽ കിട്ടുന്ന അത്ര ഡോളർ വേറെ എവിടെയും കിട്ടുന്നില്ല. സിനിമാ താരങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ പറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ റീച്ചിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഡോളർ കയറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും നിർത്താൻ വലിയ പാട് തന്നെയാണ്.
പിന്നെ ഇന്ന് ഒരു MLA പറയുന്നത് കേട്ടു എന്റെ സ്വകാര്യത എന്ത് സ്വകാര്യതയാ പറയുന്നത്. അതായത് ഒരു MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴേ ഒരു MLA ആണ്, എന്നാ പിന്നെ കിടക്കട്ടെ നമ്മൾ അങ്ങനെ എല്ലാവരും എടുക്കൂ. അത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ അടിയിൽ വന്ന കമന്റ് ചെയ്തുന്ന ആള്. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇതൊരു ട്രെൻഡിങ് ആണ്. എന്താ പറയുക, ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന MLA, ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന ചേച്ചി, ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന സിനിമാ താരം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചാവി വീണ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എടുക്കുന്നത്. അപ്പൊ അവർക്കറിയാം ഇതിന്റെ അടിയിൽ വരുന്ന തെറി കമന്റുകൾ, അത് തന്നെയാണ് അവർക്ക് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ പോകും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഹൈപ്പ് ചെയ്തു കേട്ടോ. നന്ദി, നമസ്കാരം.